أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. ഇനി മുളിയാലാഴ്ചകള് അപ്പോൾ നമ്മൾ പറയുന്നത് കലിമത്തിൻ്റെ താരീഫാണ്. എന്താണ് കലിമത്തിന് മുസന്നിഫ് പറയുന്നത്? താരീഫ് ലഫ്ലുൻ വുളിഅ ലിമഅനൻ മുഫ്രദിൻ എന്നാണ്. ലഫ്ലുൻ വുളിഅ ലിമഅനൻ മുഫ്രദിൻ, ഇതാണ് നമ്മളിവിടെ കലിമത്തിന് പറയുന്ന താരീഫ്. ഖത്തറദിയിലാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഖൗലുൻ മുഫ്രദ്. അപ്പോൾ ഇനി വുളിഅന് പറയാനുള്ളത്, നമ്മൾ ലഫ്ൽ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഹഖ് അസ്ലുൽ ലുഗത്തിലുള്ള മാന, അതും ഇസ്ലാഹിയായ മാന തമ്മിലുള്ള ബന്ധം, പിന്നെ ആരൊക്കെ അവിടെ ഉൾപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ഇനി വുളിഅ എന്ന് പറഞ്ഞാൽ എന്ത്, അതാ പറയണത്. അപ്പോൾ മുസന്നിഫ് വുളിഅ, അതിനെ വലു ചെയ്യപ്പെട്ടു. അൽ വലു ആകുന്നത് തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ, തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ ബിഹൈസു മത ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു ഫുഹിമ മിൻഹു ഷൈഉ സാനി. ഇതാണ് താരീഫ്. എന്താണ് വലു എന്ന് പറഞ്ഞാൽ? തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ ബിഹൈസു മത ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു മതാ ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു ഫുഹിമ മിൻഹു ഷൈഉ സാനി. ഇതാണ് താരീഫ്. അപ്പോൾ തഖ്സീസു ഷൈഇൻ, ഒരു ഷൈഇനെ ബിഷൈഇൻ മറ്റൊരു ഷൈ കൊണ്ട് പ്രത്യേകമാക്കുക. ബിഹൈസു, ഏത് സ്ഥിതിയിൽ? അത് ലർഫ് മുസ്തഖറാണെന്ന് പറഞ്ഞത്. ലർഫ് മുസ്തഖറാണ് ആ ബിഹൈസു, മുതഹാല കൗനിഹി മുതലബ്ബിസൻ ബിഹൈസു ബിഹാദിൽ ഹൈസിയാന്ന്. അഥവാ മതാ ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു ഫുഹിമ മിൻഹു ഷൈഉ സാനി എന്ന ഒരു ഹൈസിയത്ത് ഉണ്ടല്ലോ, ആ ഹൈസിയത്തിനോട് ബന്ധപ്പെട്ടതായ സ്ഥിതിയിൽ, മനസ്സിലായല്ലോ? അത് ആശയിലൊക്കെ കാണാം. ഹാല കൗനി ദാലിക ഷൈഇൽ മുഖസ്സസി മുലാബിസൻ ലിതിൽക്കൽ ഹൈസിയത്തി അല്ലതി ഹിയ മദ്മൂനു ശർത്തിയത്തി. ഓക്കെ, അപ്പൊ ആ മുഖസ്സസായ ആദ്യത്തെ ഷൈ ആണ്. ആ ഷൈ തന്നെ ആയ സ്ഥിതിയിൽ, ഈ ഒരു ഹൈസിയത്തിനോട് ബന്ധപ്പെട്ടതായ സ്ഥിതിയിൽ നിന്ന്. അപ്പൊ ഒന്നും കൂടി, ഒരു ഷൈഇനെ മറ്റൊരു ഷൈ കൊണ്ട് പ്രത്യേകമാക്കലാണ്. അത് തന്നെ ഒരു സ്ഥിതി, ഒരു ഹൈസിയത്തിനോട് ബന്ധപ്പെട്ടതായ സ്ഥിതിയിൽ. ഏതാണ് ഹൈസിയത്ത്? ബിഹൈസു മത ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു, മത ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു. ഈ ഒന്നാമത്തെ ഷൈഇനെ ഇത്ലാഖ് ചെയ്യപ്പെട്ട വല്ല സമയത്തും, കുല്ലമ എന്നുള്ള ഇത് മുജബ് കുല്ലിന്റെ സൂറാണല്ലോ, കുല്ലിയത്തിന്റെ സൂറാണ് മത. അപ്പൊ ഇവിടെയും അതാണ് ഉദ്ദേശം. ഇതിനെ ഇത്ലാഖ് ആദ്യത്തെ ഷൈഇനെ ഇത്ലാഖ് ചെയ്യപ്പെടുമ്പോ എല്ലാം, ഇത്ലാഖ് ചെയ്യപ്പെട്ടാൽ മാത്രം പോരാ, കേൾക്കും കൂടി വേണം. അപ്പൊ സുമിയാന്നും കൂട്ടിക്കൊടുക്കണം. ആദ്യത്തെ ഷൈഇനെ ഇത്ലാഖ് ചെയ്യപ്പെടുമ്പോ എല്ലാം, അല്ലെങ്കിൽ ആദ്യത്തെ ഷൈഇനെ ഇഹ്സാസ് ഹിസ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുമ്പോ എല്ലാം, ഫുഹിമ മിൻഹു, അതിൽ നിന്ന് ആ ഷൈഉൽ അവ്വലിൽ നിന്നും മനസ്സിലാക്കപ്പെടും അശ്ശൈഉ സാനി, ആ രണ്ടാമത്തെ വസ്തുവിനെ മനസ്സിലാക്കപ്പെടും. അപ്പൊ ഒന്നാമത്തെ വസ്തുവിനെ ഇത്ലാഖ് ചെയ്തപ്പെട്ടാൽ മാത്രം പോരല്ലോ, അത് മുത്തലിക്ക് ഇത്ലാഖ് ചെയ്തിട്ട് കാര്യമില്ല, അത് കേൾക്കും കൂടി വേണം. അപ്പൊ സുമിയാന്നും കൂട്ടി കൊടുക്കണം. മനസ്സിലായ? എന്തിനാണ് ഔ ഉഹിസ്സ കൂട്ടിയത്? അത് ഈ ദലാലത്ത് ലഫ്ലിയത്ത് മാത്രമല്ലല്ലോ. ഇത് വല എന്നത് ലഫ്ലിനെ മാത്രമല്ല, ലഫ്ൽ അല്ലാത്ത വസ്തുക്കളെ, ദവാലിൽ അർബ, അതിനൊക്കെ വലയുണ്ട്. അപ്പൊ അതിനൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വലന്റെ രണ്ട് നൗഇനെ അതിലേക്ക് ഷറത്താകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൂട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് താരീഫ്. തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ ബിഹൈസു മതാ ഉത്ലിഖ ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു. ആ ഒന്നാമത്തെ ഷൈഇനെ ഇത്ലാഖ് ചെയ്യപ്പെടുമ്പോൾ, ഇഹ്സാസ് ചെയ്യപ്പെടുമ്പോഴൊക്കെ എല്ലാം ആ രണ്ടാമത്തെ വസ്തുവിനെ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. ഈ ഒരു ഹൈസിയത്തിനോട് ബന്ധപ്പെട്ടതായ സ്ഥിതിയിൽ ഒരു ഷൈഇനെ മറ്റൊരു ഷൈ കൊണ്ട് പ്രത്യേകമാക്കുക, ഇതാണ് വല. ഇവിടെ ഈ തഖ്സീസ് എന്ന് പറഞ്ഞിടത്തൊരു ഇമാം ഷെയ്ഖ് അല്ലാമ ഫാളിൽ ഇസാം എന്നവര് അവരുടെ ഇസാമുദ്ദീൻ ഇസ്ഫറായിനി തങ്ങൾ അവരുടെ ഹാഷിയയിൽ ഒരു ഇഷ്കാല് കൊണ്ടുവന്നിട്ടുണ്ട്.
അവര് പറഞ്ഞെന്താ അറിയോ, തഈനു ഷൈഇൻ ലി ഷൈഇൻ എന്ന് പറയലായിരുന്നു നല്ലതെന്ന്. തഈനു ഷൈഇൻ ലി ഷൈഇൻ എന്ന് പറയലായിരുന്നു നല്ലത്. കാരണം ഈ തഖ്സീസു ഷൈഇൻ ബി ഷൈഇൻ എന്ന് പറയുമ്പോൾ അതിനെ അബ്ദുൽ ഗഫൂർ എന്നവരൊക്കെ ശരിക്കും വിശദീകരിച്ചിരിക്കുന്നത്, പല ഹാഷിക്കാരും വിശദീകരിച്ചിരിക്കുന്നത്. അഥവാ ഈ തഖ്സീസു ഷൈഇൻ ബി ഷൈഇൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരിക, ഒരു ഷൈഇനെ മറ്റൊരു ഷൈ കൊണ്ട് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനിക്ക് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനിക്ക് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആക്കും ഇല്ല, ഇതിനിക്ക് മാത്രം. അപ്പൊ ആദ്യത്തെ ഷൈഅ ലഫ്ലാണല്ലോ. അപ്പൊ ആദ്യത്തെ ഷൈഇനെ രണ്ടാമത്തെ മാന. അപ്പൊ ഒരു ലഫ്ലിനെ ഒരു മാനാക്ക് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ ഒരു മാനാക്ക് ഇത് കൊടുക്കരുത് എന്നാണ്. ഇതിനിക്ക് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ വേറെ ആക്കും കൊടുക്കരുത്, ഇതിനിക്ക് തന്നെ. അപ്പൊ ഈ ലഫ്ലിനെ ഈ ഒരു മാനാക്ക് മാത്രം വേറെ മാനാക്കും കൊടുക്കരുത് എന്നാവും. അപ്പൊ മുഷ്തറക്കായ പദങ്ങൾ പ്രശ്നമാവും. ഐനെന്ന പദം ഷംസിനിക്കുണ്ട്, അതുപോലെ കണ്ണിനുണ്ട്. അപ്പോ ഷംസിനിക്ക് പദം ചെയ്യുമ്പോ ഈ തഖ്സീസ് എന്ന മാന പരി ഷംസ് എന്ന പദത്തെ സൂര്യൻ എന്ന ആ ഒരു വസ്തുവിനിക്ക് പ്രത്യേകമാക്കുക, വേറെ ഒരു മാനാക്കും കൊടുക്കരുത് എന്നാണ്. അപ്പൊ ഷംസൽ ഐന് അപ്പോ ഐനിനെ കണ്ണെന്നതിന് കൊടുക്കാൻ പറ്റൂല എന്നാകും. അപ്പൊ മുഷ്തറക്കൊന്നും ഒന്നുമില്ല, ആകെ പ്രശ്നമാകും. ഇനി അവിടെ എങ്ങനെ അർത്ഥം കൊടുക്കാൻ നിൽക്കുക, ഒരു ഷൈഇനിക്ക് മറ്റൊരു ഷൈഇനെ പ്രത്യേകമാക്കുക. ഈ മഖ്സൂറുൽ ഭാഗം എടുക്കുക, മഖ്സൂർ അലൈഹിൽ ഭാഗം എടുക്കുക എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അപ്പൊ മഖ്സൂർ അലൈഹിൽ ഭാഗം എടുത്താൽ അപ്പൊ അങ്ങനെ ഈ കാര്യം ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനിക്ക് പ്രത്യേകമാക്കുക, ഒരു വസ്തുവിനിക്ക് മറ്റൊരു വസ്തുവിനെ പ്രത്യേകമാക്കുക, ഒരു വസ്തുവിനിക്ക് മറ്റൊരു വസ്തുവിനെ പ്രത്യേകമാക്കുക. അപ്പൊ ലഫ്ലിനിക്ക് മാനയെ പ്രത്യേകമാക്കുക. അപ്പൊ ഈ മാനയെ ഈ ലഫ്ലിനിക്ക് മാത്രം കൊടുക്കുക, വേറെ ലഫ്ലിന് കൊടുക്കാൻ പാടില്ല ഈ മാനയെ. അപ്പൊ എന്താ പ്രശ്നം, മുത്തറാദിഫാത്ത് ആ ഒരു പ്രശ്നമാകും. കാരണം ഇപ്പോ ഒരു മുത്തറാദിഫിന് ഉദാഹരണം പറയണേ, മുത്തറാദിഫായ ഒരു പദം, ഒരു ഉദാഹരണം ഇപ്പൊ നമ്മൾ ജലസ കായതെടുത്തോളൂ ഉദാഹരണത്തിന്. അപ്പൊ ജലസ ആ ഒരു ജുലൂസ് എന്ന മാന, ഈ മാനയെ ഈ ജലസ എന്ന ലഫ്ലിനിക്ക് തഖ്സീസ് ചെയ്ത് കൊടുത്താൽ പിന്നെ വേറൊരു ലഫ്ലിനിക്കും അതിന് തഖ്സീസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല എന്നാകും. ആ മുത്തറാദിഫാത്തിന്റെ വധവും പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തഈനു ഷൈഇൻ ലി ഷൈഇൻ എന്നായിരുന്നു നല്ലത്. ഒരു ഷൈഇനെ മറ്റൊരു ഷൈഇനൊക്കെ തഈൻ ചെയ്ത് കൊടുക്കുക. അവിടെ തഖ്സീസ് പ്രത്യേകത ആ സൽബിൽ ജുസി ഒന്നും അവിടെ വരില്ല. ഈ തഖ്സീസ് ആകുമ്പോ ഒരു ഈജാബ് ഒരു സൽബ് ഉണ്ടാവും, അതെനിക്ക് മാത്രം എന്ന് പറയുമ്പോ മറ്റവർക്കില്ല. അപ്പൊ ആ സൽബുൽ ജുസീന്റെ പ്രശ്നമൊന്നും തഈനിന്ന് വരുമ്പോ പ്രശ്നം വരില്ല, മനസ്സിലായല്ലോ? അപ്പൊ അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്, തജ്രീദൊക്കെ ചെയ്ത് കാണ്ട് അബ്ദുൽ ഗഫൂർ എന്നവരുടെ ഹാഷിയയിലൊക്കെ പറയുന്നുണ്ട്, അവിടെ വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലായല്ലോ? പിന്നെ മതാ ഉത്ലിക ഔ ഉഹിസ്സ ശൈഉൽ അവ്വലു ഫുഹിമ മിൻഹു ശൈഉ സാനി. ഇനി മറ്റൊരു ചർച്ച, ഇവിടെ ഒരു ഇഷ്കാല്, ഹർഫിന്റെ വള ഇതിനെ തൊട്ട് പുറത്തു പോകുമല്ലോ എന്ന്. കാരണം ഒരു ഹർഫ് എടുക്കുകയും ഹർഫിനെ ഇത്ലാഖ് ചെയ്യുമ്പോൾ മാന കിട്ടൂല. അതിന്റെ ലമീമത്താകുന്ന മജ്റൂർ, ഒരു ജറിന്റെ ഹർഫാണെന്നുണ്ടെങ്കിൽ മജ്റൂർ പറഞ്ഞാലേ ഹർഫിന്റെ മാന നമ്മൾ പഠിച്ചിരിക്കണല്ലോ, അത് മാനം ഫി നഫ്സിന്റെ മേൽ അറിയിക്കൂല, ഫി ഗൈരിഹിന്റെ മേലാണ് അറിയിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഒരു ഹർഫ് അത് അലലിസ്റ്റിക്കൽ സ്വന്തമായിട്ട് ഒരു ലഫ്ലിനെ ഒരു മാനാനെ അറിയിച്ചു തരില്ല, മറിച്ച് ലമീമത്ത് ചേരുമ്പോഴാണ് അതൊരു മാനയെ അറിയിക്കുക, അതിന്റെ മാനയെ അറിയിക്കുക. അപ്പോ ഇനി താരീഫ് എന്ന് വായിച്ചു നോക്കണി, ഒരു ഷൈഇനെ മറ്റൊരു ഷൈഇനേക്ക് തഖ്സീസ് ചെയ്യുക, ബിഹൈസു മതാ ഉത്ലിക, ആ ആദ്യത്തെ ഷൈഇനെ മതാ ഉത്ലിക വഹിസ്സ ശൈഉൽ അവ്വൽ, ആ ആദ്യത്തെ ഷൈഇനെ ഇത്ലാഖ് ചെയ്യപ്പെടുമ്പോഴെല്ലാം മിൻഹു ശൈഉ സാനി. അപ്പൊ ഹർഫിനെ ഇത്ലാഖ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ മാനയെ മനസ്സിലാക്കപ്പെടും എന്നാകും. അങ്ങനെയല്ല, ലമീമത്ത് കൂടുമ്പോഴാണ് മനസ്സിലാക്കുക. അതാണ് ഇഷ്കാല്, അതാണ് ഖീല പറയപ്പെട്ടു. ഖായില ആരെന്ന് വെച്ചാൽ ഫാളിൽ ഹിന്ദി ഇല്ലേ, അവരാണെന്ന് പറയുന്നുണ്ട്. അഖ്ദിന്നാമി എന്നുള്ള ഹശീല പറയുന്നുണ്ട്. അല്ല, അതിന്റെ ജവാബിലാട്ടോ, അതിന്റെ ഉജീബ എന്ന് പറയുന്നുണ്ട്. ആ ജവാബ് ഫാളിൽ ഹിന്ദി പറഞ്ഞത്. ഏതായാലും ഖീല പറയപ്പെട്ടു, യഖ്റുജു അൻഹു, ഈ താരീഫിനെ തൊട്ട് പുറത്തു പോകും, വലയിന്റെ താരീഫിനെ തൊട്ട് പുറത്തു പോകും. വലുൽ ഹർഫി, ഹർഫിന്റെ വലു പുറത്തു പോകും. എന്തേ കാരണം തഅലീലിയ ഹൈസുണ്, ഹൈസു കാരണം ലാ യുഫ്ഹമു മിൻഹു മാനാഹു,
അതിൽ നിന്ന് അതിന്റെ മാനയെ മനസ്സിലാക്കപ്പെടുകയില്ല. മത്താ ഉത്തുലിഖ അതിനെ ഇത്തിലാഖ് ചെയ്യപ്പെടുമ്പോ എന്നും അതിൽ നിന്ന് അതിന്റെ മാനയെ മനസ്സിലാക്കപ്പെടുന്നില്ല. ബൽ ഇദാ ഉത്തുലിഖ, ബൽ മത്താ ഉത്തുലിഖ എന്നിരുന്നല്ലേ, കാരണം നേരത്തെ മത്താ ഉത്തുലിഖ എന്നല്ലേ ഇനിയിപ്പോ മുമ്പ് പറഞ്ഞത്. ബൽ മത്താ ഉത്തുലിഖ എന്ന് പറയുന്നത് നല്ലത് എന്ന് ഇസ്ലാം എന്നവരുടെ ഹാഷി പറയുന്നുണ്ട്. ബൽ ഇദാ ഉത്തുലിഖ മഅ ലമ്മി ലമീമത്തിൻ, ലമീമത്ത് മൽമൂമത്ത് എന്നുള്ള മാനാക്ക് അഖ്ദുനാമി. അപ്പോ ഒരു ചേർക്കപ്പെടുന്ന ഒരു വസ്തുവിനെ ചേർക്കപ്പെടലോടുകൂടെ അപ്പൊ ഒരു ഹർഫിനെ ഒരു ലമീമത്തിനോട് ചേർത്തിട്ട് പറയുമ്പോൾ മാത്രമാണ് ഹർഫിന്റെ മാനയെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ ഹർഫിനെ ആ വസ്തുവിനെ എന്താണ് ഇത്തിലാഖ് ചെയ്യപ്പെടുമ്പോഴൊന്നും അതിന്റെ മാന മനസ്സിലാക്കപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇഷ്കാൽ ഇതാണ്. അപ്പൊ ഹർഫിന്റെ വളവ് മൊത്തം പുറത്തു പോകുമല്ലോ എന്ന്. അപ്പൊ അതിന് മറുപടി ഉജീബ, അതിനേക്ക് മറുപടി പറയപ്പെട്ടു. ബി അന്നൽ മുറാദ മത്താ ഉത്ലിഖ ഇത്ലാഖൻ സ്വഹീഹൻ, മത്താ ഉത്ലിഖ ഇത്ലാഖൻ സ്വഹീഹൻ എന്നാണ് ഉദ്ദേശം. അപ്പൊ താരീഫിൽ മത്താ ഉത്ലിഖ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്ലാഖൻ സ്വഹീഹൻ, ഒരു കുല്ലി പറഞ്ഞാൽ അതിന്റെ ഫർദുഗാമിലേക്ക് ഹൃദയം പോകുന്നല്ലേ. ഇൻസാൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയിലേക്ക് മടങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നഫായിസിലൊക്കെ ചർച്ച വന്നല്ലോ. അതായത് ഒരു ഫർദ് കാമിലേക്ക് ഒരു കുല്ലി പറഞ്ഞാൽ അതിന്റെ ഫർദ് കാമിലേക്ക് അത് മടങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്ലാഖ് എന്ന് പറയുമ്പോൾ സ്വഹീഹായ ഇത്ലാഖാണല്ലോ ഫർദ് കാമില്. അപ്പൊ സ്വഹീഹായ ഇത്ലാഖ് ചെയ്യപ്പെടും എന്നാണ് ഉദ്ദേശം. ഈ സ്വഹീഹായ ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലിൽ പരിഗണിക്കപ്പെടുന്ന എന്താണ് സ്വഹീഹായ ഇത്ലാഖ് ലമീമത്ത് കൂടി പറയുമ്പോഴാവുള്ളൂ. ലമീമത്തില്ലാതെ പറയുന്ന ഇത്ലാഖ് സ്വഹീഹല്ല. ഹർഫ് ലമീമത്ത് കൂടാതെ പറയാന്നുള്ളത് ഇത്ലാഖ് സ്വഹീഹല്ല. ഹർഫിനെ പറയുമ്പോൾ ആ ലമീമത്തിനോട് കൂടെ പറയലാണ് സ്വഹീഹ്. അപ്പോ ലമീമത്ത്, അപ്പോ മത്താ ഉത്ലിഖ എന്ന് പറഞ്ഞാൽ ലമീമത്തോടു കൂടി പറയാൻ ഉദ്ദേശം. കാരണം ഇത്ലാഖൻ സ്വഹീഹൻ എന്നാണ് മത്താ ഉത്ലിഖ എന്ന് പറഞ്ഞാൽ. ഹർഫിന് ഇത്ലാഖ് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ലമീമത്തിനോട് കൂടെയാണ്. ലമീമത്തിന് കൂടെയാകുമ്പോൾ അത് എന്നെ മാന അറിയിക്കുന്നുള്ളത് തീർച്ചയാണല്ലോ. മനസ്സിലായോ? ഇനി അപ്പൊ ഉജീബ ബി അന്നൽ മുറാദ മത്താ ഉത്ലിഖ ഇത്ലാഖൻ സ്വഹീഹൻ, മത്താ ഉത്ലിഖ ഇത്ലാഖൻ സ്വഹീഹൻ എന്നാണ് ഇവിടെ ഉദ്ദേശം. വ ഇത്ലാഖുൽ ഹർഫി ബിലാ ലമ്മി ലമീമത്തിൻ ഗൈറു സ്വഹീഹിൻ, ഹർഫിനെ ലമീമത്തിന്റെ ലമ്മു കൂടാതെ ഇത്ലാഖ് ചെയ്യുക എന്നത് ഗൈറു സ്വഹീഹാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഒരു മറുപടി. മനസ്സിലായല്ലോ? ഇനി മുസന്നിഫ് ഷാരിഹ് വേറെ മറുപടി പറയണം. ഷാരിഹ് വേറെ മറുപടി പറയാണ്. വലാ യബ്ഉദു അൻ യുഖാല, വലാ യബ്ഉദു ബഈദാവുല അൻ യുഖാല പറയപ്പെടൽ എന്ത് അൽ മുറാദു ബി ഇത്ലാഖിൽ അൽഫാളി, അൽ മുറാദു ബി ഇത്ലാഖിൽ അൽഫാളി, ഇവിടെ അൽഫാലുകളെ ഇത്ലാഖ് ചെയ്യുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അൻ യസ്തഅമിലഹ അഹ്ലുൽ ലിസാനി, അതായത് അൽഫാലുകളെ ഇത്ലാഖ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ അൽഫാലുകൾ അഹ്ലുൽ ലിസാൻ ഉപയോഗിക്കുക. എവിടെ? ഫി മുഹാവറാത്തിഹിം, അവരുടെ മുഹാവറകളിൽ, അവരുടെ സംഭാഷണങ്ങളിൽ. പിന്നെ ബയാനി മഖാസിദിഹിം, അവരുടെ മഖാസിദുകളെ വിശദീകരിക്കുന്നിടത്തൊക്കെ. അപ്പോൾ അഹ്ലുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ആരാ? ലിസാൻ ഈ ലുഗത്താണ്. ഈ ലുഗത്തിന്റെ അഹ്ലുകാരെന്ന ഫുസഹ, അഹ്ലുൽ ബലാഗ, അവരുടെ ഭാഷയാണല്ലോ നമ്മൾ പരിഗണിക്കുക. അപ്പൊ ബലാഗന്റെ ഫുസഹാക്കള്, അറബിയത്തിലെ ഫുസഹ ഇസ്തിഅമാൽ ചെയ്യുക എന്നാണ് ഇവിടെ ഇത്ലാഖുൽ അൽഫാദ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആരെങ്കിലും ഇത്ലാഖ് ചെയ്യാന്നല്ല. അപ്പൊ ഇത്ലാഖുൽ അൽഫാദ് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ലിസാൻ ഫുസഹാഉൽ അറബ്, അവർ അവരുടെ സംഭാഷണങ്ങളിൽ ഈ അൽഫാദുകൾ ഉപയോഗിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അവര് ലമീമത്ത് കൂടാതെ ഉപയോഗിക്കാറില്ലല്ലോ ഹർഫുകളെ. അവരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലമീമത്തോട് കൂടിയിട്ടാണ് അവർ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇത്ലാഖുൽ അൽഫാദ് എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ എന്താകും? ഹർഫിന്റെ വലൊക്കെ പെടും, ലമീമത്തും അടക്കം എന്താകും അപ്പർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ ഫലാ ഹാജത ഇല ഇഅ്തിബാരി ഖൈദിൻ സായിദിൻ, ഇത്ലാഖൻ സ്വഹീഹൻ എന്നുള്ള ഒരു ഖൈദിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഷാരിഹ് പറഞ്ഞു വരുന്നത് ഇവിടെ മുതബാദിറായിട്ടൊരു മാനുണ്ട്.
അതായത് മത്താ ഉത്തുലിക ഉഹിസ്സു ഷൈഉൽ അവ്വൽ എന്ന് പറയുമ്പോ മുതബാദിറായിട്ട് വരുന്ന ഒരു അർത്ഥമുണ്ട്. ഒന്ന് ഫർദ് കാമിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞാണ് ആദ്യത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി ഇത് ഇത്ലാഖുൽ ലഫ്ള് എന്ന് പറഞ്ഞാൽ ഫുസഹാന്റെ ഇത്ലാഖാണ്, അവരുടെ മുഹാവറയിലുള്ള ഇത്ലാഖാണല്ലോ മനസ്സിക്ക് വരിക, അതാണ് ഉദ്ദേശം. അപ്പോ ഇനിയൊരു ഇത്ലാഖ് കൊണ്ടുള്ള ഉദ്ദേശം ഇത്ലാഖുൽ ഇത്ലാഖൻ സ്വഹീഹാണെന്നുള്ള കൈതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഉർഫി ആയിട്ട് മനസ്സിലേക്ക് വരിക ഫുസഹാന്റെ ആ ഒരു കലാമാണ്, അവരുടെ മുഹാവറകളാണ്, അവരുടെ ഇസ്തിമാലാണ്. മനസ്സിലായോ? അപ്പൊ എന്താകും? വലൂൽ ഹർഫ് ഉൾപ്പെടുന്നാകും. അവിടെ നമ്മുടെ ഹാഷിയത്തുൽ അല്ലാമത്തുൽ അത്വാർ അലാ ഷറഹിൽ മത്ല അലാ ഈസാവുജി, നമ്മളെ സക്കരിയ അൻസാരി തങ്ങളുടെ ഷറഹ് ഉണ്ടല്ലോ, ഈസാവുജിന്റെ ഷറഹുൽ മത്ല, അതിന്റെ ഹാഷിയ, ആ ഹാഷിയിൽ വളരെ വൃത്തിയായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോക്കേണ്ട കിതാബ് ഈ ഹാഷിയത്തു മുദഖിഖ് നൂർ മുഹമ്മദ് പറഞ്ഞൊരു ഹാഷിയുണ്ട്, അബ്ദുൽ ഗഫൂർ. ഹാഷിയത്തുൽ അബ്ദുൽ ഗഫൂറിന്റെ രണ്ട് ഹാഷിയകൾ, ഒന്ന് ഹാഷിയത്തുൽ അല്ലാമത്തുൽ ഫാദിൽ അബ്ദുൽ ഹക്കീം, രണ്ടാമത്തെ ഹാഷിയത്തുൽ അല്ലാമത്തുൽ മുദഖിഖ് നൂർ മുഹമ്മദ്. അവരുടെ ഹാഷിയൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ വലന്റെ കുറച്ച് അക്സാമുകളുണ്ട്. ഈ വല കേട്ടിട്ടില്ലേ? വല ഹാസിനെ ആമിനെ, ഒരു വലുവിന് ഹാസ്, ഒരു ആമിനെ ഹാസിനൊക്കെ വല ചെയ്യുക, അതായത് ഒരു കുല്ലിയ, ഒരു മഖ്സൂസായ ലഫ്ലിനെ ബി ഖുസൂസിഹി, ഒരു ലഫ്ലിനെ വല ചെയ്യുക, ഒരു ഖുസൂസി ഒരു മാനാക്ക്, അല്ലെങ്കിൽ ഒരു ആമായ മാനാക്ക് വല ചെയ്യുക, അല്ലെങ്കിൽ വല ആമ് മൗലൂലോ ഖാസ് എന്നൊക്കെ പറഞ്ഞാണ്ട് പറയലുണ്ടല്ലോ. ഹർഫിന്റെ മാന എന്നല്ല, മൊത്തം വലയില് ഇങ്ങനെ അക്സാമുകൾ ഉണ്ട്, 4 അക്സാമുകൾ വരും. അത് വളരെ വൃത്തിയായിട്ട് വിശദീകരിക്കുന്നത് മുദഖിഖ് നൂർ മുഹമ്മദാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അതൊന്ന് വളരെ വൃത്തിയായിട്ട് വായിച്ചാൽ ഒക്കെ കൃത്യമാകും. അപ്പൊ അതിൽ പറയാനുള്ള നേരം ഇപ്പൊ ഇല്ല. ഇവിടെ തന്നെ ഇവിടെ മറ്റൊരു ചർച്ച പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ വലന്റെ താരീഫിൽ ആരുൾപ്പെടൂല? മജാസ് ഉൾപ്പെടൂല. കാരണം ഈ വല ഇസ്തിലാഹാത്തുകളിലൊക്കെ പറയുന്ന വല എന്ന് പറഞ്ഞാൽ ഖാസായ വലാണ്. ഖാസായ വല എന്ന് പറഞ്ഞാൽ ഹഖീഖത്തിന്റെ വലാണ്. മജാസിന്റെ വല ഖാസല്ല, അത് ആമായ വലയുണ്ട്. ആമായ മാനക്ക് ഒരു വലയുണ്ട്, അത് തഖ്സീസ് ഷൈഇൻ ലിമാന മുത്ലഖൻ ലിശൈഇൻ മുത്ലഖൻ. മനസ്സിലായില്ലേ? ഇവിടെ ലമീമത്ത് കൂടാതെ അഥവാ കരീനത്ത് കൂടാതെ മനസ്സിലാക്കപ്പെടുന്നതാണ് ഉദ്ദേശം. മനസ്സിലായോ? കരീനത്ത് കൂടാതെ മനസ്സിലാക്കപ്പെടുന്നതാണ് ഉദ്ദേശം. ഞാൻ അത്താറ് വായിക്കാം. ഇവിടെ വമ്മൽ വലു, ഞാൻ വലുവിന്റെ ലോവിയായ മാന പറഞ്ഞിട്ടില്ലേ? വലുവിന്റെ ലുഗവിയായ മാന അത് ഈ കിതാബിലും പറയുന്നുണ്ട്, അതുമാതിരി നമ്മളെ അബ്ദുൽ ഗഫൂർ എന്നവരുടെ അല്ലെങ്കിൽ അഖദ് നാമിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അമ്മൽ വലു ഫഹുവ ലുഗതൻ ജഅലു ശൈഇ ഫി ഹയ്യിസിൻ, ഒരു വസ്തുവിനെ ഒരു മക്കാനിലാക്കുക. മനസ്സിലായോ? ഇതാണ് ഭാഷാർത്ഥം. സാങ്കേതികാർത്ഥം ഇപ്പൊ നമ്മൾ പറഞ്ഞു. രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ലഫ്ലിനെ മാന എന്ന മാനയിലാക്കുമ്പോ ഒരു മക്കാനിലാക്കണ മാതിരി ഉണ്ടല്ലോ, അതാണ്. ഇനി വഉർഫൻ ലഹു മാനയാനി അഹദുഹുമാ ജഅലു ശൈഇ ബിഇസാഇൽ മാന ലിയദുല്ല അലൈഹി ബിനഫ്സിഹി എന്നറ ഖരീനത്ത് കൂടാതെ എന്നാണ്. എന്നിട്ട് മൂപ്പര് പറയാം വഹാദാ ഹുവൽ മാനൽ അഖസ്സുൽ മുതബാദിറു മിൻഹു ഇൻദൽ ഇത്ലാഖി അൽ മുഅ്തബർ ഫി ഇസ്തിലാഹാതിഹിം അൽ മുഅ്തബറു ഫി ഇസ്തിലാഹാതിഹിം, അവരുടെ ഇസ്തിലാഹാത്തുകളിൽ പരിഗണിക്കപ്പെടുന്ന ഇത്ലാഖിന്റെ സമയത്ത് ഹൃദയത്തിലേക്ക് വേഗം വരുന്ന ആ ഖാസായ മാന, അതാണ് ഇത്. ജഅലു ശൈഇ ബിഇസാഇൽ മാന ലിയദുല്ല അലൈഹി ബിനഫ്സിഹി. ഇത് പ്രകാരം ആരുൾപ്പെടൂല? മജാസ് ഒന്നും ഉൾപ്പെടൂല. പറയുന്നുണ്ട് ഒന്നുകൂടി, വഹാദാ ഹുവൽ മാനൽ അഖസ്സുൽ മുതബാദിറു മിൻഹു ഇൻദൽ ഇത്ലാഖി അൽ മുഅ്തബർ ഫി ഇസ്തിലാഹാതിഹിം വതംബനി അലൈഹി അൽ അഹ്കാമുൽ ലഫ്ളിയ്യതു മിന ദലാലാത്തി സലാസി വതറാദുഫി വൽ ഇസ്തിലാഖി വഗൈരിഹാ അൽ ഫാരിഖു ബൈനൽ ഹഖായിഖി വൽ മജാസാത്തി. അതായത് ഇത് ഹഖീഖിന്റെ മജാസിനെ വേർതിരിക്കുന്നു. അഥവാ ഈ താരീഫ് ആരെ മാത്രമേ ഉൾക്കൊള്ളിക്കുള്ളൂ?
ഹഖീഖത്തിനെ മാത്രമേ ഉൾക്കൊള്ളിക്കുള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞാ അവരുടെയൊക്കെ എന്താണ് ഇസ്തിലാഹാത്തുകളിൽ പരിഗണിക്കപ്പെടുന്നതും ഇതാണ്. അപ്പൊ ഇവിടെയും ഖാസായ അതാണ് ഉദ്ദേശം. അത് ഇസ്ലാം എന്നവരുടെ ഹാഷിയിൽ നിന്ന് മനസ്സിലാകും. അവരതിനെ മജാസ് ഉൾക്കൊള്ളിക്കുമെന്ന് ഇഷ്കാലാക്കാണ്. ഏത് ലമ്മീമത്തിന് ഹർഫിന്റെ മാനക്ക് ഒരു മറുപടി പറഞ്ഞല്ലോ, ലമീമത്ത് ചേരുന്ന് പറയുമ്പോ അപ്പൊ മജാസ് പെടൂലെന്ന് പറഞ്ഞാണ് ഇഷ്കാലാക്കാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ മനസ്സിലാവണത് എന്താണ്, ഇവിടെ വല കൊണ്ടുള്ള ഉദ്ദേശം ഖാസായ വലയാണ്. അത് ഈ പറഞ്ഞ അർത്ഥത്തിനേക്കുള്ള വലയാണ്. മനാത്തിക്കത്തിന്റെയും അവിടെ ഇസ്തിലാഹിലുള്ളതും അതാണ്. ഇതാ ഇനി വയങ്കസിമു കുല്ലും മിനൽ മഅനൈനി, അതിനു മുമ്പ് വസാനിഹിമ രണ്ടാമത്തെ മാന ജഅലു ശൈഇ ബിഇസാഇൽ മാന ലിയദുല്ല അലൈഹി വലൗ ബിമഊനത്തിൽ ഖരീനതി വഹുവൽ മഅനൽ അഅമു ശാമിലു ലിൽ ഹഖീഖത്തി വൽ മജാസി വയങ്കസിമു കുല്ലും മിനൽ മഅനൈനി ഇലാ വദഇൽ ഐനിൽ ഐനി കമാ ഫിൽ മുഫ്രദാതി വഇലാ വദഇൽ അജ്സാഇ ലിൽ അജ്സാഇ കമാ ഫിൽ മുറക്കബാതി. മനസ്സിലായില്ല? അവിടെ വലയിന് ഒരുപാട് അക്സാമുകളുണ്ട്. വലയിന് മാത്രം ഫന്നൻ ഉണ്ടല്ലോ. ഇൽമുൽ വലയില് ഇമാം ആദുദ്ദീൻ ലീജി, ഷെയ്ഖ് അൽ അല്ലാമത്തുൽ മുഹഖിഖ് ആദുദ്ദീൻ ലീജി എന്നവർക്ക് ഒരു കിതാബുണ്ട്, ചെറിയ കിതാബ് അൽ മുഖദ്ദന റിസാലത്തുൽ അദുദിയ്യ ഫി ഇൽമിൽ വല. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, എന്താണ് വലയിൽ ഐനിൽ ഐന് വലയിൽ അജ്സാഇൽ അജ്സാ, മുറക്കബാത്തുകളിൽ അജ്സാഇന് അജ്സാക്കൾക്കാണ് വല എന്ന് പറഞ്ഞാൽ മുറക്കബ് എന്ന നിലയ്ക്ക് വലയില്ല എന്നാണ് ആ പറഞ്ഞത്. അജ്സാക്കളുടെ വലയാണെന്ന്. ആ മുറക്കബിന് വലയുണ്ട്, നൗഇയായ വലയുണ്ടെന്ന് ശേഷം പറയും. ഒരു പ്രത്യേകം പരിഗണിക്കപ്പെട്ട ഒരു ലഫ്ലിനെ, ഒരു വസ്തുവിനെ വല ചെയ്യുക, ഒരു മാനാക്ക് വല ചെയ്യുക. ഇൻസാനി ലിൽ ഹയവാനി നാതിഖി, മനസ്സിലായോ? ഇൻസാൻ ഹയവാൻ നാതിഖിനേക്ക് വല ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു പദത്തെ ഒരു മാനയിലേക്ക് വല ചെയ്തു. നീ എന്തിലേക്ക് വഹരിയാക്കും? വൈലൽ വലഇ നൗഇ, നൗഇയായ വലയുണ്ട്. വഹു വലഉ ശൈഇൽ മൽഹൂലി മഅ അശിയാഇൻ ആഖറ, അശിയാ ഇതല്ലേ നമ്മളെ ഗൈറു മുൻസരിഫാണല്ലോ. അപ്പൊ അശിയാ ആഖറ ബിവജ്ഹിൻ ആമിൻ, അതായത് വല ആം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു വസ്തുവിനെ ഒരു കുല്ലിയായ ഒരു എന്താണ് ഉൻവാന് കൊണ്ട് മുലാഹല ചെയ്യുക, ഒരു ആമായ ഒരു അമ്ര കൊണ്ട് മുലാഹല ചെയ്യുക. ഒരു വസ്തുവിനെ പല വസ്തുക്കളുണ്ടാവും, അതിൽ പല വസ്തുക്കളുണ്ടാകും. അത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുസ്തഖാത്തുകളുടെ വലയൊക്കെ ഉണ്ടല്ലോ, ഇസ്മു ഫായിൽ, അങ്ങനെ ഓരോ ഇസ്മു ഫായിൽ ഇങ്ങനെ വല ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓരോ ലറബ് വല ചെയ്ത ലാരിബിനെ വല ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു കാനൂനുണ്ട്. ഫായില് വസന് അത് മൻ ഖാമ ബിഹിൽ ഹദസു, ഹദസ് ഖായിമായ ആൾക്ക് പറയുന്ന ആൾ അതിനെ അറിയിക്കും ആണല്ലോ. അതുപോലെ ഇസ്മു മഫ്ഊലിന്റെ ഒരു അർത്ഥം നമുക്കറിയാം, മസ്തർ ഹദസാണെന്നറിയാം. അപ്പൊ ഈ മുസ്തഖാത്തുകള് മാലി ഹദസു സമാനിൽ മാലി. അപ്പൊ ഈ മുറക്കബാത്തുകളുടെ വലയൊക്കെ എന്താ, അതിന് വല ആം എന്ന് പറയാം, വല നൗഇ എന്ന് പറയുന്നു. ഇത് വല നൗഇയ, വല നൗഇയ അതാണ് ഈ മുറക്കബാത്തുകളുടെ വല. അത് പ്രത്യേക വസ്തുവിനെ അല്ല, അത് മൊത്തത്തിലുണ്ട് മുലാഹല ചെയ്തതാണ്. ഫായില് വസനിക്കുള്ള വസ്തു അത് ആരാകട്ടെ. അപ്പൊ ഫായില് വസനിക്കുള്ളത് എന്ന ഒരു കുല്ലിയായ ഒരു ഉൻവാനിൽ ആ വസനിക്കുള്ള എല്ലാ സാധനങ്ങളെയും പരിഗണിച്ചു. എന്നിട്ട് ഇവകൾക്കൊക്കെ ലിമൻ കാമ ബിഹിൽ ഹദസു, ആ ഒരു കുല്ലിയായ ഒരു ഉൻവാനിൽ മുലാഹല ചെയ്യപ്പെട്ട മാനകൾക്ക്, അതിന്റെ തഹത്തിൽ ഒരുപാടുണ്ടാകും. ലർബ് കായിമായവൻ, ജുലൂസ് കായിമായ ആള്, അങ്ങനെ എന്തെല്ലാം ഹദസുകൾ കായിമായവരുണ്ടോ അവരിതൊക്കെ ഉൾക്കൊള്ളിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിനൊക്കെയാണ് വല നൗഇ എന്ന് പറയാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ടുള്ളത് മുദഖിഖ് നൂർ മുഹമ്മദിലാണ്. മനസ്സിലായോ? അവിടെ കിതാബുണ്ട്, ഇതിലുണ്ട്. പിന്നെ അതാണ് വലയിൽ മുസ്തഖാത്തി വൽ മുറക്കബാത്തി വൽ മജാസാത്തി. മനസ്സിലായോ? ഇനി വൽ മുറാദു ബിൽ വലഇ ഹുന മാ യഉമു ശഖ്സിയ്യ വൻ നൗഇയ്യ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, മൂപ്പര് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വല ശഖ്സിയ വലഉം ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ നൗഇയ്യായ വലയിനെയും ആണ് ഇവിടെ ഉദ്ദേശം. ഫദഖലത്തിൽ മുറക്കബാത്തു,
بناء على ما هو التحقيق من أن دلالتها وضعية وأنها داخلة في دلالة المطابقة على ما حققه شارح المطالع موجها له بأن المعني من الوضع في تعريف دلالة المطابقة ليس وضع عين اللفظ لعين المعنى فقط بل أحد الأمرين إما وضع عينه لعينها ووضع أجزاء لأجزائه بحيث تطابق أجزاء اللفظ أجزاء المعنى والثاني متحقق في دلالة المركب فلا تكون خارجة عن دلالتي അങ്ങനെ പോവാണ് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞോടത്ത് കുറച്ച് കാര്യം കിട്ടിയത് ഇപ്പൊ ഞാൻ വായിച്ചിരുന്ന കാര്യം കിട്ടി. ഈ ഇസ്തിലാഹിലുള്ള വല ഖാസായ വലയാണ്. അത് ആരും ഉൾപ്പെടൂല, മജാസ് ഉൾപ്പെടൂല, ഹഖീഖത്ത് മാത്രമേ ഉൾപ്പെടുള്ളൂ. പിന്നെ ഇവിടെ വല കൊണ്ടുള്ള ഉദ്ദേശം നൗഇയായ വലവും ശഖ്സിയായ വലയൊക്കെ ഉണ്ട്. മനസ്സിലായോ? പിന്നെ വല തന്നെ നാല് അക്സാമുകൾ ഉണ്ട്. ഒരു ബിഖുസൂസി ഒരു വസ്തുവിനെ ഒരു ഖുസൂസി ഒരു മാനാക്ക് വല ചെയ്യുക, ഇനി ഖുസൂസി ഒരു ലഫ്ദിനെ ഒരു ആമായ മാനാക്ക് വല ചെയ്യുക. ഇനി നേരെ തിരിച്ചു അങ്ങനെയും വരും. അതൊക്കെ വൃത്തിയായിട്ട് നൂറ് മുഹമ്മദ് വായിച്ചു നോക്കാം. മനസ്സിലായില്ലേ? അപ്പൊ എത്ര നിർത്താം.